Another live session from Tiju Sir Academy. This is Vinithan Vijayan. I think I hope all you are doing good. So today we are going to discuss about the maps. So in the previous sessions we were discussing about different types of writing task 1 questions like bar chart, then process, cycle process, everything we have discussed. So today we are going to discuss about the things we have to taken into consideration while we are attending the maps. Okay, so as we all know, maps എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് രണ്ട് തരത്തിലുള്ള മാപ്സ് ആയിരിക്കും നോർമലി ചോദിക്കുന്ന. ഒരു ഫ്ലോർ പ്ലാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഏരിയ ആയിരിക്കും തരുന്നത്. സോ അല്ലെങ്കിൽ നമുക്കൊരു പ്രസൻറ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കാം, ഫ്യൂച്ചറിലും ഉണ്ടായിരിക്കാം. സോ 3 ടൈപ്പിലായിട്ട് നമുക്കൊരു ചോദിക്കാം. സോ ഒരു കമ്പാരിസൺ മാപ്പിനുള്ള ചാൻസും കൂടുതലാണ്. നോർമലി 2 ഇയേഴ്സുള്ള കമ്പാരിസൺസ് ആയിരിക്കും ഒരു 1998 അല്ലെങ്കിൽ പ്രസൻറ്റും ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ 1998 അല്ലെങ്കിൽ 2000 ആയിരിക്കും തന്നിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ രണ്ടും ഒരു പാസ്റ്റ് ടെൻസിലാണ് നമ്മളതിനെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്. നെക്സ്റ്റ് ചോദിക്കാനുള്ള സാധ്യതയുള്ളത് പ്രസൻറ്റും അല്ലെങ്കിൽ ഒരു പ്രസൻറ്റും അല്ലെങ്കിൽ ഒരു പാസ്റ്റുമായിരിക്കും. സോ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു പ്രൊപ്പോസ്ഡ് പ്ലാൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രസൻറ്റിലുള്ള ഒരു ഏരിയയുടെ മാപ്പോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസ്ഡ് പ്ലാനും ആയിരിക്കും തന്നിരിക്കുന്നത്. ഈ 2-3 സിറ്റുവേഷൻസിലാണ് നമ്മളോട് സാധാരണ മാപ്സ് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാറുള്ളത്. സോ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന ഒരു മാപ്സിനെ എങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു മാപ്സ് റൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. So describing positions. So we can see when we are discussing with the maps, we can different types of positions are there. So like നമ്മളൊരു ഫ്ലോർ പ്ലാൻ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഏരിയ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു സിറ്റി, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ പ്ലാൻ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ആ പ്ലാനിൽ എന്തുണ്ടാകും, ചില പൊസിഷൻസ് ഉണ്ടാകും. സോ ആ പൊസിഷൻസിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ നോർമൽ റൈറ്റിംഗ് ടാസ്ക് 1 എഴുതുന്ന പോലെ തന്നെ വി കനോട്ട് കോപ്പി ദ ചങ്ക്സ് ഫ്രം ദിസ് പിക്ചർ, അല്ലെങ്കിൽ ആ പിക്ചർ തന്നിരിക്കുന്ന അതേപടി നമുക്ക് അവരെ കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നോർമലി ചെയ്യേണ്ട കാര്യം അറ്റ് ദ ടോപ്പ്, ഇവിടെ നമ്മൾ പറയേണ്ട ഡിസ്ക്രൈബ് പല പൊസിഷൻസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില വൊക്കാബ്സാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് അറ്റ് ദ ടോപ്പ് ഓർ ദ ബോട്ടം. സോ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ബോട്ടത്തിൽ നിൽക്കുന്ന 2 കാര്യങ്ങൾ മേ ബി പറയാം. ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ പൊസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു റൂമിൻ്റെ പൊസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വേർഡ്, അല്ലെങ്കിൽ ഒരു വിൻഡോ ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഒരു എൻട്രൻസ് ആയിരിക്കും. ഇതൊക്കെ ഏത് ടോപ്പിലാണ് അല്ലെങ്കിൽ ആ ബോട്ടത്തിലാണെന്നുള്ള കാര്യം നമുക്കിവിടെ പറയാൻ സാധിക്കും. പിന്നെ ഓൺ ദ ലെഫ്റ്റ് സൈഡ്, ഓൺ ദ റൈറ്റ് സൈഡ്. സോ വിച്ച് പൊസിഷൻ, ദ പൊസിഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ തിങ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓർ വെദർ ഇറ്റ് ഈസ് ഇൻ ദ റൈറ്റ് സൈഡ്, ഏത് സൈഡിലാണോ അതിൻ്റെ പൊസിഷൻ വരുന്നത്. സോ വി ക്യാൻ സേ ഓൺ ദ ലെഫ്റ്റ് ടു ദ മാപ്പ്, അല്ലെങ്കിൽ ഓൺ ദ ലെഫ്റ്റ് ടു ദ ബിൽഡിംഗ്, ഓൺ ദ ലെഫ്റ്റ് ടു ദ particular car parking, or right to that building. So ഇതെല്ലാം നമുക്കവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ല പറയാം ഇൻ ദ റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ. ഇൻ ദ റൈറ്റ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കോർണർ മീൻസ് ലെഫ്റ്റ് സൈഡിലെ കോർണർ സൈഡ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കോർണർ നമുക്ക് പറയാൻ സാധിക്കും. ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മുടെ മാപ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വരുന്നത്, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് കോർണർ യൂസ് ചെയ്യാം. or we can use the in the middle. So if there is something special in the middle, for example ഒരു പാർക്കാണ് അല്ലെങ്കിൽ ഒരു ഗാർഡൻ ആണ്, we can say in the middle of the garden we can see a garden, we can see a water fountain. ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം in the middle of the garden എന്ന് നമുക്ക് പറയാൻ സാധിക്കും. Along we can use that, along with that particular way we can see a coffee shop. പിന്നെ അക്രോസ് അല്ലെങ്കിൽ ഫ്രം ഉപയോഗിക്കാം. അക്രോസ് ഫ്രം ഉപയോഗിക്കുന്ന അക്രോസ് ദാറ്റ് ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അക്രോസ് ചെയ്തൊരു 2 ഏരിയാസ് അല്ലെങ്കിൽ അവിടെ ക്രോസ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അക്രോസ് എന്നൊരു വാക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീൻസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ബിൽഡിംഗ് വി ക്യാൻ സീ എ recreation room. A recreation room is situated just opposite to that particular coffee shop എന്ന് പറയാൻ സാധിക്കും. പിന്നെ close to, if 2 buildings are very near or 2 things are very near, we can say close to ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ adjacent to, ഇതെല്ലാം നമ്മൾ നിയറസ്റ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് മാപ്പിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വേർഡ്സാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അടുത്തടുത്ത് വരുന്ന ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിങ്ങുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മാപ്പ്, ഒരു ഷോപ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റൂംസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കുകയാണ്. സോ നെക്സ്റ്റ് ടു മീൻസ് നെക്സ്റ്റ് ടു ദാറ്റ് ബിൽഡിംഗ് വി ക്യാൻ സീ ഇറ്റ് ഈസ് എ സ്പോർട്സ് റൂം ഈസ് ദെയർ, അത് നമുക്ക് പറയാം. ബിസൈഡ് ഉപയോഗിക്കാം. സോ 10 miles to the right of, 10 miles north of, ഇതൊക്കെ ഉപയോഗിക്കുന്ന ഡിസ്റ്റൻസ് കാണിക്കാനായിട്ടാണ്. സോ മേ ബി സം മാപ്സിൻ്റെ അകത്തൊരു ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ
ഒരു സ്ഥലത്തും അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഹോം ടൗണിൻ്റെ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ മേ ബി 10 miles ആയിരിക്കും. സോ ദേ ഹാവ് ഗിവൺ ദാറ്റ് ഡിസ്റ്റൻസ് ദെയർ. അവിടെ ഒരു ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഇറ്റ്. അല്ലെ 10 miles ഫ്രം ഓർ 10 miles ടു ദ റൈറ്റ് ഓഫ് ഓർ 10 miles ടു നോർത്ത് ഓഫ്, ഈ വേർഡ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ആ നോർമലി തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അതേപടി ഒരു കോപ്പി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വക്കാബ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചുകൂടി യുണീക്കായിട്ട് നമ്മുടെ റൈറ്റിംഗ് മാറും. സോ ഇതാണ് നമ്മുടെ പൊസിഷൻസ് ഉപയോഗിക്കാൻ നമ്മൾ അല്ലെങ്കിൽ പൊസിഷൻസ് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വക്കാബ്സ്. പ്ലീസ് ഹാവ് എ ലുക്ക് ഓൺ ദിസ്. ഇതൊന്ന് യൂസ് ചെയ്യുക, നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക കഴിവതും. എന്നിട്ട് നിങ്ങളുടെ വെൻ യു ആർ റൈറ്റിംഗ് ട്രൈ ടു യൂസ് ദിസ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. ഡാഷ് ഈസ് സിറ്റുവേറ്റഡ് ഓർ പൊസിഷൻഡ് പ്ലസ് അറൗണ്ട് എബവ് ബിലോ ഇൻസ്റ്റഡ് നെക്സ്റ്റ് ടു. സോ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും എ കോഫി ഷോപ്പ് ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദാറ്റ് സിനിമ ഹാൾ എന്ന് പറയാൻ സാധിക്കും. ഒരു കോഫി ഷോപ്പ് ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദാറ്റ് സിനിമ ഹാൾ എന്ന് പറയാൻ സാധിക്കും. അല്ലെ പറയാം ഈ സിറ്റുവേറ്റഡ് പൊസിഷൻ ടു ദ റൈറ്റ് ഓഫ് ടു ദ നോർത്ത് ഓഫ്. അല്ലെ നമുക്ക് പറയാം എ കോഫി ഷോപ്പ് ഈസ് സിറ്റുവേറ്റഡ് ഓർ പൊസിഷൻഡ് ടു ദ റൈറ്റ് ഓഫ് ദ എൻട്രൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ അതർവൈസ് വി ക്യാൻ സേ ഇറ്റ് ഈസ് കവേർഡ് വിത്ത് സംതിങ്, മീൻസ് എൻറ്റയർലി ആ ഏരിയ കവേർഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഏരിയ അവിടെ ഒരു കവേർഡ് ആണ് വിത്ത് ചെയേഴ്സ്, അല്ലെങ്കിൽ ആ ഏരിയ ഓഫ് ഒരു ഓപ്പറേഷൻസ് ആ ഏരിയയിൽ കവേർഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് കവേർഡ് വിത്ത് എന്ന് പറയാൻ സാധിക്കും. സോ വി ക്യാൻ സേ കണ്ടിന്യൂവേഷൻ, ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു the road is or the entrance is connected to the pathway. ആ പാത്വേയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ എൻട്രൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇൻ ഓർഡർ ടു റീച്ച് ദ എൻഡ് ഓഫ് ദാറ്റ് ബിൽഡിംഗ് യു ക്യാൻ യൂസ് ദ പാത്വേ വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ എൻട്രൻസ്. ആ എൻട്രൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പാത്വേയിലൂടെ പോയാൽ യു ക്യാൻ യൂസ് ദ എൻട്രൻസ്, അല്ലെങ്കിൽ എൻഡിലേക്ക് നമുക്ക് എക്സിറ്റിലേക്ക് എത്താൻ സാധിക്കും എന്നൊരു സെൻറ്റൻസ് നമുക്ക് വയ്ക്കാം. അത് വേ ഉണ്ട്, ത്രൂ ഉണ്ട്, പിന്നെ ബൈ മീൻസ് ഓഫ് ഉണ്ട്. ഈ ഏത് വക്കാബ്സും നമുക്കിവിടെ ഉപയോഗിച്ചൊരു സെൻറ്റൻസിനെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. സോ സെൻറ്റൻസിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത്തരം വക്കാബ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഞാൻ റൈറ്റിംഗ് നോർമലി നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ എന്താണോ ഇവിടെ എഴുതുന്നതിന് പകരം ഇത്തരം വക്കാബ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളുടെ റൈറ്റിങ്ങിനെ അത് യുണീക്കായി മാറ്റും. ഓക്കെ, ദീസ് ആർ ദ തിങ്സ്. അല്ലെങ്കിൽ നമ്മൾ പൊസിഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വക്കാബ്സും സെൻറ്റൻസും ആണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. ദ നെക്സ്റ്റ് ഈസ് യൂസ്ഫുൾ വക്കാബുലറി ഫോർ ഡിസ്ക്രൈബിംഗ് ട്രെൻഡ്സ്. സോ ട്രെൻഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു ഗ്രാഫിലേക്ക് അല്ലെങ്കിൽ മാപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേസസ് കാണാൻ സാധിക്കും. മേ ബി ആ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു മാപ്പ് എന്ന് പറയുന്ന ഒരു ഫ്ലോർ പ്ലാൻ ആയിരിക്കും, മേ ബി അതൊരു ഹോസ്പിറ്റലിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വക്കാബ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടി വരും. സോ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലെങ്കിൽ ഒരു ഏരിയയെ നമ്മൾ എന്തിനും കൂടുതൽ വക്കാബുലറീസ് നമുക്ക് നോക്കാം. റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയാം നമുക്ക് എപ്പോഴാണ് ഏരിയ ദാറ്റ് ഹാസ് ലോട്ട്സ് ഓഫ് ഹൗസസ് ആൻഡ് സം സ്കൂൾസ്. സോ റെസിഡൻഷ്യൽ ഏരിയ എന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ തന്നിരിക്കുന്ന മാപ്പിനകത്ത് കുറേയധികം ഹൗസസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേയധികം സ്കൂൾസ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ യൂസ് ദിസ് വേർഡ് എ റെസിഡൻഷ്യൽ ഏരിയ. It is the map illustrates the details regarding a residential area in Birmingham city നമുക്ക് പറയാൻ സാധിക്കും. അപ്പം റെസിഡൻഷ്യൽ ഏരിയ എന്ന വാക്ക് ഉപയോഗിക്കുന്ന കുറേയധികം സ്കൂൾസ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയാൻ സാധിക്കും. സ്കൂൾസ് മാത്രമല്ല, ഹൗസസ് ഉണ്ടെങ്കിൽ. The next one is industrial area. An area that has lots of factories. So if they are mentioning if they have mentioned about a particular factories which are occupied in the particular map, we can say it's an industrial area. We can see an industrial area in that particular town. ഒരു ടൗണിൽ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടെന്ന് പറയാം. Commercial area, an area that has a lot of stores. If there are number of stores in that particular map, നമുക്ക് എന്ത് പറയാം, കൊമേഴ്സ്യൽ ഏരിയ എന്ന് പറയാൻ സാധിക്കും. സോ നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് സെഷൻസിലും പറഞ്ഞത് വക്കാബ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു എക്സ്പ്ലനേറ്റീവ് ആയിട്ടൊരു സെൻറ്റൻസിന് പകരം അവിടെ സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു വക്കാബാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും, നമ്മുടെ റൈറ്റിങ്ങിനെ അത് യൂണീക്കായി മാറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ എക്സ്പ്ലനേറ്റീവ് ദ ഏരിയ ഇറ്റ്സ് ആൻ ഏരിയ വിച്ച് ഈസ് ഹാവിങ് എ ലോട്ട് ഓഫ് സ്റ്റോഴ്സ് എന്ന് പറയാതെ ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ഏരിയ എന്ന് പറയുവാണെങ്കിൽ സോ കുറച്ചുകൂടെ അത് അട്രാക്റ്റീവായിട്ട് മാറും. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ഹോസ്പിറ്റൽ. എ ഹെൽത്ത് ഫെസിലിറ്റി വെയർ പേഷ്യൻസ് റിസീവ്സ് ട്രീറ്റ്മെൻറ്റ്. സോ അവിടെ ഒരു ഹോസ്പിറ്റൽ എന്നൊരു കാര്യം നമുക്കവിടെ ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സൂ, എ പ്ലേസ് വെയർ പീപ്പിൾ ക്യാൻ ഗോ ആൻഡ് സീ മെനി കൈൻഡ്സ് ഓഫ് ആനിമൽസ്. സൂ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കും. പോസ്റ്റ് ഓഫീസ്, എ പ്ലേസ് വെയർ യു ക്യാൻ സെൻഡ് ഇമെയിൽ, ലെറ്റേഴ്സ് ആൻഡ് പാക്കേജസ്.
നമുക്കത് പറയാൻ സാധിക്കും. ഫയർ സ്റ്റേഷൻ, എ സ്റ്റേഷൻ ഹൗസിംഗ് ഫയർ അപ്പാരറ്റസ് ആൻഡ് ഫയർമെൻ. നമുക്കറിയാം എയർപോർട്ട്, ആൻ എയർഫീൽഡ് എക്വിപ്ഡ് വിത്ത് കൺട്രോൾ ടവർ ആൻഡ് ഹാങ്ങേഴ്സ് ആസ് വെൽ ആസ് അക്കോമഡേഷൻസ് ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ. സോ ഇത്തരത്തിലുള്ളൊരു എക്സ്പ്ലനേഷൻ നമുക്ക് തരുമ്പോൾ നമുക്കതിന് സിമിലർ ആയിട്ടുള്ള വക്കാബ്സ് നമുക്കവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വക്കാബ്സ് നമുക്കവിടെ ഒരു പർട്ടിക്കുലർ വക്കാബായിട്ട് ഇപ്പോൾ എയർപോർട്ട് എന്നൊരു കാര്യം അവിടെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എക്സ്പ്ലനേറ്റീവ് ആക്കുന്നതിനും തരത്തില്ല. സോ നമുക്ക് തന്നിരിക്കില്ല എങ്കിൽ നമുക്കവിടെ ഒരു സിമ്പിൾ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എയർപോർട്ട് എന്ന വാക്ക് ഉപയോഗിക്കാം. അതല്ല നമുക്കവിടെ ഒരു സിമ്പിൾ അല്ലാതെ അതിനെ എക്സ്പ്ലനേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എയർപോർട്ടിന് പർട്ടിക്കുലർ വേർഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സ്പ്ലനേറ്റീവ് ആകുന്നതിലും തെറ്റില്ല. ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്, ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ പാർക്ക്, എ റിക്രിയേഷൻ ഏരിയ വെയർ പീപ്പിൾ ക്യാൻ പ്ലേ ഫുട്ബോൾ ആൻഡ് ഹാവ് പിക്നിക്, പിന്നെയുള്ള സ്കൈ സ്ക്രാപ്പർ, വെരി ടോൾ ബിൽഡിംഗ്. ഈ വാക്കുകളെല്ലാം എന്ത് ചെയ്യാം, നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇഫ് ദർ ആർ ടോൾ ബിൽഡിങ്സ് വി ക്യാൻ സേ in that particular area a number of skyscrapers are there. സോ ഇതൊക്കെ നമുക്ക് വക്കാബ്സ് എല്ലാം നമുക്ക് ഇന്ന് റൈറ്റിംഗ് ടാസ്ക് 1-ൻ്റെ അകത്ത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. The next one is warehouse, a building where there things are kept until they are sold. സോ വെയർഹൗസ് എന്നൊരു വാക്ക് നമുക്ക് അവിടെ ഉപയോഗിക്കാം. അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു ഫാക്ടറി ആണെങ്കിലോ അല്ലെങ്കിൽ നോട്ട് ഒരു കൊമേഴ്ഷ്യൽ ഏരിയാസിലാണ് ഏറ്റവും കൂടുതൽ വെയർഹൗസ് എന്നൊരു വാക്കിൻ്റെ യൂസേജ് വരുന്നത്. പിന്നെ പാർക്കിംഗ് ലോട്ട് എന്ന് പറയാം. സോ ഇഫ് വി ക്യാൻ സീ എ ലോട്ട് ഓഫ് കാർസ് ആർ പാർക്ക് ദെയർ, നമുക്ക് പറയാം പാർക്കിംഗ് ലോട്ട് ഈസ് ദെയർ എന്ന് പറയാം. മ്യൂസിയം, എ പ്ലേസ് ദാറ്റ് ഡിസ്പ്ലേസ്, ഇതെല്ലാം നമ്മൾ നോർമലി ഉപയോഗിക്കുന്നതാണ്. സൂപ്പർ മാർക്കറ്റ്, ഫാക്ടറി, വുഡ്ലാൻഡ്. So please note this word woodland. ഇതൊരു an area with lots of trees, river, a large natural stream of water larger than a creek. So നമുക്ക് എന്താ പറയുക, ലോ ഏരിയ വിത്ത് ലോട്ട്സ് ഓഫ് റിവർ എന്ന് നമുക്ക് ട്രീസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും, വുഡ്ലാൻഡ്. സോ ചില മാപ്സിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഏരിയ തരുമ്പോൾ അതിൻ്റെ അകത്ത് കുറേയധികം ട്രീസിൻ്റെ പടം ഉണ്ടാകും. സോ അപ്പോൾ ലോട്ട്സ് ഓഫ് ട്രീസ് എന്ന് പറയാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇറ്റ്സ് എ വുഡ്ലാൻഡ് എന്നവിടെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ സ്ട്രീറ്റ്, സോ നോർമലി നമുക്ക് റോഡ്സ് എന്ന് പറയാതെ അല്ലെങ്കിൽ വേസ് എന്ന് പറയാൻ നമ്മളവിടെ എന്ത് ചെയ്യുക, സ്ട്രീറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക. പിന്നെ ഇൻ്റർസെക്ഷൻ, എ പോയിന്റ് വേർ സെവറൽ സ്ട്രീറ്റ്സ് ആർ മെറ്റ്. ഇൻ്റർസെക്ഷൻസ് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. ഒരു ക്രോസ് സെക്ഷൻ ഉണ്ടാവും, 2, 3 അല്ലെങ്കിൽ 4 റോഡുകൾ ക്രോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. സോ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, റോഡ്സ് ആർ ക്രോസിംഗ് ബൈ ഈച്ച് അതർ എന്ന് പറയാതെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക. സോ ഇത്തരം വക്കാബ്സ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മളൊരു മാപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത്. സോ ദീസ് ആർ ദ വക്കാബ്സ്. We can see residential area, industrial area, commercial area, hospital, zoo, post office, fire station, airport, park, then warehouse, parking lot, museum, supermarket, factory, woodland, street, intersections. So ഈ വക്കാബ്സ് എല്ലാം നിങ്ങൾ മാക്സിമം ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ യു. ഓക്കെ, ഫൈൻ. ഇനിയും വരുന്നുണ്ട് റിമൂവ് എന്നൊരു വാക്ക് വരുന്നുണ്ട്. റിമൂവ് സംതിങ് കോൺക്രീറ്റ് ആസ് എ ലിഫ്റ്റിംഗ്, പുഷിംഗ്, ടേക്കിംഗ് ഓഫ് എക്സെട്ര. സോ ഇഫ് സംതിങ് ഹാസ് റിമൂവ്ഡ് ഫ്രം എ പർട്ടിക്കുലർ പ്ലേസ്, നമുക്ക് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന ഒരു മാപ്പിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് സംതിങ്, അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. ആ സ്റ്റാച്യു എന്ത് ചെയ്തു, അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പൊസിഷൻ ചെയ്തു. നമുക്കങ്ങനെ പറയാം റിമൂവ്ഡ്, ഇറ്റ് ഹാസ് ബീൻ റിമൂവ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ലിഫ്റ്റഡ്, അല്ലെങ്കിൽ പറയാം ഇറ്റ് വാസ് പുഷിംഗ്, ടേക്ക് ഓഫ്, ഇതൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കുന്നതാണ്. സോ ഡെവലപ്പ് എന്ന് പറഞ്ഞ വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന എപ്പോഴാണ്, സോ ലോട്ട്സ് ഓഫ് ചേഞ്ചസ് ഹാപ്പൻ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും വി ക്യാൻ സീ എനോമസ് ഡെവലപ്മെൻറ്റ്സ് ദെയർ, വളരെയധികം ഡെവലപ്മെൻറ്റ്സ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കെന്ന് പറയാൻ സാധിക്കും. പിന്നെ ചേഞ്ച് അല്ലെങ്കിൽ മോഡിഫൈ എന്ന വാക്ക് ഉപയോഗിക്കാം. എപ്പോഴാണ് ഇറ്റ് ഹാസ് ബീൻ ചേഞ്ച് ഓർ ഇറ്റ് ഹാസ് ബീൻ മോഡിഫൈഡ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ സംബന്ധിച്ച് ഒരു വാട്ടർ ഫൗണ്ടൻ എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, ഒരു കഫേറ്റീരിയ മോഡിഫൈ ചെയ്തു വിത്ത് എ ലോട്ട് ഓഫ് ഫെസിലിറ്റീസ് ഫോർ പീപ്പിൾ ടു സിറ്റ് ആൻഡ് ഹാവ് ദെയർ ഫുഡ്, അങ്ങനെ നമുക്ക് പറയാം. പിന്നെ കൺസ്ട്രക്ട് എന്ന വാക്ക് ഉപയോഗിക്കാം, അല്ലെ പുതിയതായിട്ട് എന്തെങ്കിലും അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, കൺസ്ട്രക്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. ഡെമോളിഷ്ഡ്, ഡിസ്ട്രോയ് എ ബിൽഡിംഗ്. സോ ദ ഓൾഡ് ബിൽഡിംഗ് ഹാസ് ബീൻ ഡെമോളിഷ്ഡ് ആൻഡ് a new set of buildings are going to construct on the right corner of that ഏരിയ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ഒരു ഡെമോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചാൽ ഡിസ്ട്രോയ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബിൽഡിംഗ് ആയിക്കോട്ടെ, ഒരു ഏരിയ ആയിക്കോട്ടെ, അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിനാണ് ഡെമോളിഷ് എന്ന് നോക്കാം. സോ കംപ്ലീറ്റ്ലി റീപ്ലേസ്. സോ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ് മീൻസ് പാർഷ്യലി അല്ല റീപ്ലേസ് ചെയ്തിരിക്കുന്ന, പൂർണ്ണമായിട്ടും എന്തെങ്കിലും ഒരു ഏരിയ, ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഏരിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു, ഒരു വാട്ടർ ഫൗണ്ടൻ ആയിക്കോട്ടെ, ഗാർഡൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പ്ലാൻ ആണെങ്കിൽ അതിനുള്ള ഒരു റൂം ആയിക്കോട്ടെ, അത് കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് കംപ്ലീറ്റ്ലി റീപ്ലേസ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ദ നെക്സ്റ്റ് one is expand, to become more, to become or make something become larger. Expand means elaborate, അല്ലെങ്കിൽ area എന്ത് ചെയ്തു, if they have expanded in the new plan we can see an expanded room, അല്ലെങ്കിൽ റൂമിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നില്ല, അല്ലെങ്കിൽ എക്സ്പാൻഡ് ആയിട്ട് റൂം നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കും. Then
recreation, an activity in that exciting, stimulating or relaxing. For example, bike riding and playing football are recreational activities നമുക്ക് പറയാൻ സാധിക്കും. സോ ഇവിടെ അങ്ങനെ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഇപ്പം റിക്രിയേഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്ന ഒരു ആക്ടിവിറ്റി, റിക്രിയേഷണൽ റൂം, സ്പോർട്സ് റൂം ഉണ്ടെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ പീപ്പിൾ ഹു വാണ്ട് ടു സ്പെൻഡ് ദെയർ ഫ്രീ ടൈം, അങ്ങനെ ഒരു റൂം നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം, റിക്രിയേഷണൽ റൂം നമുക്കവിടെ ഉപയോഗിക്കാം. പിന്നെ പ്രോക്സിമിറ്റി, ക്ലോസ്നെസ്. സോ ഇറ്റ് ഈസ് ദ പ്രോക്സിമിറ്റി ഈസ് വെരി വിസിബിൾ എന്ന് പറയാൻ സാധിക്കും. ദ പ്രോക്സിമിറ്റി ഓഫ് ദാറ്റ് കഫേറ്റീരിയ ആൻഡ് ദ എൻട്രൻസ് ഈസ് വിസിബിൾ. അതായത് പ്രോക്സിമിറ്റി എന്നതിന് വളരെ അടുത്ത്. ക്ലോസ്നെസ് എന്നൊരു കാര്യമാണ്. സോ ഇഫ് ദ ബിൽഡിങ്സ് ഓർ ദ റൂംസ് ഓർ ദ കൺസേൺഡ് ഐറ്റംസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ, വി ക്യാൻ യൂസ് ദ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാം. സോ ഈ വാക്യാബ്സ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ റൈറ്റിംഗ് ടാസ്കിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ സോ വി ആർ മൂവിങ് ടു ദ സാമ്പിൾ ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ദ മാപ്സ് ബിലോ ഇല്ലസ്ട്രേറ്റ് ഹൗ ഫ്രണ്ടൺ ചേഞ്ച്ഡ് ഫ്രം, ഫ്രണ്ടൺ എന്ന് പറയുന്ന ഒരു ടൗൺ ചേഞ്ച്ഡ് ഫ്രം 1990 to 2012. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇയേഴ്സ് തന്നിട്ടുണ്ട്. സോ മാപ്പ് എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഫ് ദർ ഇയർ ഹാസ് ഗിവൺ, ഒരു ഇയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇയർ നോക്കുക. അത് പാസ്റ്റിലാണെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ടെൻസിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇഫ് ദർ ഈസ് നോ ഇയർ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങളത് പ്രസൻറ്റിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കുക, ഒരു പ്രൊപ്പോസ്ഡ് പ്ലാനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇവിടെ 1990 2012 രണ്ടും പാസ്റ്റിലാണ് വരുന്നത്. സോ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് നോട്ടിഫൈ ചെയ്യേണ്ടത്. സോ നമുക്ക് കാണാൻ സാധിക്കും, ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ദാറ്റ് മാപ്പ് വി ക്യാൻ സി എ സ്കൂളുണ്ട്, പിന്നെ ഒരു ബാങ്ക് ഉണ്ട്, പിന്നെ പ്ലേയിങ് ഉണ്ട്, പിന്നെ വിത്ത് താഴെ തന്നിരിക്കുന്ന ഹോസ്പിറ്റലുണ്ട്, പിന്നെ ഒരു കഫേ ആൻഡ് പാർക്ക് തന്നിട്ടുണ്ട്, പിന്നെ തിയേറ്റർ, ഷോപ്സ്, പിന്നെ ഹൗസസ്, ഇതെല്ലാം നമുക്കിവിടെ തന്നിട്ടുണ്ട്. സോ ഈ പുതിയൊരു മാപ്പിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നതാണ് ശ്രദ്ധിക്കുന്നത്. ഫ്രണ്ട് ഓണിലേക്ക് വന്നപ്പോൾ സ്കൂൾസ് അതേപടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, റെസ്റ്റോറൻറ്റ് എന്തായി, ബാങ്ക് എന്തായി, റെസ്റ്റോറൻറ്റായി മാറി. സോ അവിടേക്ക് പഴയ സ്ഥലത്തേക്ക് പ്ലേയിങ് ഫീൽഡിലേക്ക് എന്തായി മാറി, ബ്ലോക്സ് ഓഫ് ഫ്ലാറ്റിലേക്ക് വന്നു. പിന്നെ റൈറ്റ് സൈഡിൽ പുതുതായിട്ടൊരു ഫ്ലാറ്റ് വന്നിട്ടുണ്ട്, പിന്നെ ഹൗസസ് മാറി ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ് ആയി. പിന്നെ കഫേ ആൻഡ് പാർക്ക് എന്തായി, ഹോട്ടൽ ആൻഡ് കഫേയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. പിന്നെ തിയേറ്റർ എന്ത് മാറി, സിനിമയിലേക്ക് മാറിയിരിക്കുന്നു. സോ ട്രീസിലേക്ക് മാറി. സോ ടെക്നോ പാർക്കിലേക്ക് മാറി. പിന്നെ എന്താ, ഷോപ്സ് സൂപ്പർ മാർക്കറ്റായി മാറിയിട്ടുണ്ട്. സോ അഡ്വാൻസ്മെൻറ്റ്സ് ആണ്, നമുക്ക് ഡെവലപ്മെൻറ്റ്സ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എൻ്റയർലി ഡെവലപ്ഡ്. 1990 വെച്ച് നോക്കുമ്പോഴത്തേന് 2012 വന്നപ്പോൾ റീനെയിംഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല, ഡെമോളിഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റലിൽ മാത്രം കുറച്ച് വൈഡായിട്ടുണ്ട്. പിന്നെ ബാങ്ക് കുറച്ച് ചെറുതായി, സ്കൂൾ അതേപടി നിന്നു. അല്ലെങ്കിൽ ബ്ലോക്സ് ഓഫ് ഫ്ലാറ്റ്സിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോ നമുക്ക് വലിയ മാറ്റങ്ങൾ എന്നല്ല പറയാൻ പറ്റില്ല, ഇന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളും വന്നു. അതോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ. ഒന്നും തന്നെ അവിടെ റെഡ്യൂസായി പോയിട്ടില്ല, അല്ലെങ്കിൽ ഒന്നിനെ ഡെമോളിഷ് ചെയ്തിട്ടില്ല, ഒന്നും ഡിസ്ട്രോയ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു സീക്വൻഷ്യലായിട്ട് ഡെവലപ്മെൻ്റ് ആണ് അവിടെ നടന്നിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. So we can move on to the sample answer. The maps show the developments that have taken place in Fronton over a period of 22 years between 1990 and 2012. So 1990ക്കും 2012നും ഇടയിൽ ഒരു 22 വർഷത്തെ ഗ്യാപ്പിനിടയിൽ എത്രത്തോളം ഡെവലപ്മെൻറ്റ്സ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ് എന്ത് തന്നിരിക്കുന്നത്, മാപ്പ് ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. So then it is clear that Fronton underwent a dramatic transformation over the period, becoming noticeably less green and more built up എന്ന് പറഞ്ഞിരിക്കുന്നത്. So we can see it is Fronton എന്തിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്, ഡ്രമാറ്റിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രമാറ്റിക് ട്രാൻസ്ഫോർമേഷൻ വളരെ വലിയ ചില മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഓവർ ദ പീരീഡ്, ആ പീരീഡിൽ ഉണ്ടായിട്ടുണ്ട്. ബിക്കമിങ് നോട്ടീസബിളി ലെസ് ഗ്രീൻ ആൻഡ് മോർ ബിൽഡബിൾ. ലെസ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പച്ചപ്പ് കുറഞ്ഞു, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ട്രീസിൻ്റെ എണ്ണത്തിലും അല്ലെങ്കിൽ ആ ഏരിയ ഓഫ് അല്ലെങ്കിൽ മരങ്ങളുടെയൊക്കെ എണ്ണത്തിൽ കുറവുണ്ടായി. മോർ ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ കൺസ്ട്രക്ഷൻസ് കൂടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. The only places that remained the same is Fronton over the period where the schools and the library. സ്കൂളും ലൈബ്രറിയും മാറ്റങ്ങളൊന്നുമില്ല നിലനിന്നു. The playing field in the south of the town, for example, were replaced with flats. അതായത് ദ പ്ലേയിങ് ഫീൽഡ്സ് ഇൻ ദ സൗത്ത് ഓഫ് ദ ടൗണിൻ്റെ സൗത്തായിട്ടുണ്ടായിരുന്ന പ്ലേയിങ് ഫീൽഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, വേർ റീപ്ലേസ്ഡ് വിത്ത് ഫ്ലാറ്റ്സിലെ പകരം അവിടെ എന്തെന്നു ഫ്ലാറ്റ്സ് വന്നു. സെക്കൻഡ്ലി ദ ഹൗസസ് ഇൻ ദ വെസ്റ്റ് ഓഫ് ദ ഫ്രണ്ടൺ വെർ ഓൾസോ മെയ്ഡ് ലാർജർ ആൻഡ് ഫാക്ടറീസ് വെർ കൺസ്ട്രക്റ്റഡ് ഓൺ ദ സൈറ്റ്. സെക്കൻഡ്ലി ദ ഹൗസസ് ഇൻ ദ വെസ്റ്റ് ഓഫ് ദ ഫ്രണ്ടൺ വെർ ഓൾസോ മെയ്ഡ് ലാർജർ. അതായത് ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന ഹൗസസ് എല്ലാം വളരെ വലുതായി മാറി, കുറച്ച് വലുതായി. ആൻഡ് ഫാക്ടറീസ് വെർ കൺസ്ട്രക്റ്റഡ് ഓൺ ദ സൈറ്റ്. ആ സൈറ്റിൽ എന്ത് സംഭവിച്ചു, ഫാക്ടറീസും കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടു. Furthermore, കൂടാതെ the cafe and the park east of High Street made way for the hotel and golf course. So
ഈസ്റ്റിൽ അല്ലെങ്കിൽ ആ ഈ സൈഡിലുണ്ടായിരുന്ന കഫേയും പാർക്കും എന്തിലേക്ക് മാറി? ഹൈ സ്ട്രീറ്റിലുണ്ടായിരുന്ന എന്ത് പറയുക, മെയ്ഡ് വേ ഫോർ ദ ഹോട്ടൽ ആൻഡ് ഗോൾഫ്, എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു? ഹോട്ടലും അല്ലെങ്കിൽ ഗോൾഫ് കോഴ്സുമായിട്ട് മാറി. വൈൽ ദ തിയേറ്റർ ആൻഡ് ദ ഷോപ്സ് ബിക്കം സിനിമ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റെസ്പെക്റ്റീവ്ലി. തിയേറ്ററും ഷോപ്പും എന്തായി മാറി? സിനിമയും സൂപ്പർ മാർക്കറ്റുമായിട്ട് മാറുകയുണ്ടായി. നെക്സ്റ്റ്, ദ ബാങ്ക് ലൊക്കേറ്റഡ് വെസ്റ്റ് ഓഫ് ഹൈ സ്ട്രീറ്റ് ആൻഡ് നോർത്ത് ഓഫ് ദ സ്കൂൾ. അതായത് വെസ്റ്റ് ഹൈ സ്ട്രീറ്റിൻ്റെ വെസ്റ്റിലും അതോടൊപ്പം തന്നെ നോർത്തിലും സ്കൂളിൻ്റെ നോർത്തുമായിട്ട് നിലനിന്നിരുന്ന ബാങ്ക് എന്ത് സംഭവിച്ചു? വാസ് കൺവേർട്ടഡ് ഇൻ ടു എ റെസ്റ്റോറൻറ്റ് ആൻഡ് ദ എന്തായിട്ട് മാറി? ഒരു റെസ്റ്റോറൻ്റായിട്ട് കൺവേർട്ട് ചെയ്തു. ആൻഡ് ദ ട്രീസ് ഇൻ ദ സൗത്ത് വെസ്റ്റ് ഓഫ് ദ ടൗൺ വെയർ കട്ട് ഡൗൺ ടു മേക്ക് വേ ഫോർ ടെക്നോ പാർക്ക്. ദ ട്രീസ് ഇൻ ദ സൗത്ത് വെസ്റ്റ് കോർണറിലുണ്ടായിരുന്ന മരങ്ങൾ എന്ത് ചെയ്തു? മുറിച്ച് മാറ്റപ്പെട്ടു. എന്തിനു വേണ്ടി? കട്ട് ഡൗൺ ടു മേക്ക് വേ ഫോർ ദ ടെക്നോ പാർക്ക്. ടെക്നോ പാർക്കിലേക്കുള്ള വഴിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ ഒരു മരങ്ങളും മുറിച്ച് മാറ്റപ്പെട്ടു. ദെൻ വൺ ഫർദർ ഡെവലപ്മെൻറ്റ് വാസ് ദ എക്സ്പാൻഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. അല്ലെങ്കിൽ ഒരു ഫർദർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിൻ്റെ എക്സ്പാൻഷനാണ്. ലൊക്കേറ്റഡ് വെസ്റ്റ് ഓഫ് ദ ഹൈ സ്ട്രീറ്റ്. സോ ഹൈ സ്ട്രീറ്റിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ഹോസ്പിറ്റൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യവും നമുക്ക് കാണാൻ സാധിക്കും. സോ വി ക്യാൻ സി, സോ വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്കിവിടെ കാണാൻ, യു ക്യാൻ സി വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് അല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ബാങ്ക്, റെസ്റ്റോറൻ്റായി, സ്കൂൾസും ലൈബ്രറി അതേപോലെ നിലനിർന്നു. പിന്നെ സംഭവിച്ചു? ദ ട്രീസൊക്കെ എന്ത് ചെയ്തു? കട്ട് ഡൗൺ ചെയ്തു. എന്തിന്? ടെക്നോ പാർക്കിന് വേണ്ടി മാറി. ലൈബ്രറി, സ്കൂളും അതേപോലെ നിലനിന്നു. ഹോസ്പിറ്റൽ എന്ത് വേണ്ട വളരെ ചെറുതായി മാറി. സോ പിന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ബ്ലോക്സ് ഓഫ് ദ ഫ്ലാറ്റ്സ് മാറി. അതോടൊപ്പം തന്നെ ഫ്ലാറ്റ്സിൽ അതിലേക്ക് വന്നു. പിന്നെ സിനിമയും തിയേറ്റർ സിനിമയായി മാറി. ഷോപ്സ് സൂപ്പർ മാർക്കറ്റായി മാറി. സോ ഡ്രമാറ്റിക്കലായിട്ടുള്ള ചേഞ്ചസ് ആണ് 22 വർഷത്തിനുള്ളിൽ അവിടെ ഉണ്ടായിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് ഡെമോളിഷൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചേഞ്ചിനാണ്. അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അല്ല, അവിടെയുള്ള ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് മാത്രം ബാങ്കായി മാറി, ചെറിയ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഹോസ്പിറ്റൽ കുറച്ചുകൂടെ വലുതായി മാറി നമുക്ക് എക്സ്പാൻഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാതെ അഡീഷണൽ അല്ലെങ്കിൽ ഒന്നും ഡെമോളിഷനോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രോയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡീകൺസ്ട്രക്ഷനോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദിസ് എ കോമൺ ക്വസ്റ്റ്യൻ ആസ്കിങ് സൗത്ത് വെസ്റ്റ് എയർപോർട്ടിൻ്റെയാണ് സാധിക്കുന്നത്. സോ സാമ്പിൾ ക്വസ്റ്റ്യൻ 2, ദ നൗ ആൻഡ് ആഫ്റ്റർ ഡെവലപ്മെൻറ്റ്. സോ ഇപ്പോഴുള്ളൊരു പോസ്റ്റും അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് എയർപോർട്ടിൻ്റെ ഇപ്പോഴുള്ള പൊസിഷനും ആഫ്റ്റർ ദ ഡെവലപ്മെൻറ്റിന് ശേഷമുള്ളൊരു പൊസിഷനുമാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ചെക്ക് ഇൻ ഉണ്ട്. സോ അവിടെ കുറച്ച് സിമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ചെക്ക് ഇൻ, കഫേ, പിന്നെ ഡിഫറെൻ്റ് ഓഫ് ഐറ്റംസ് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. സോ പഴയതിലും പുതിയതിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്കിതിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. So the map details plan for the renovation in the next ഇയർ ഓഫ് സൗത്ത് വെസ്റ്റ് എയർപോർട്ട്. മാപ്പ് എന്താണ് ചെയ്യുന്ന? ഡീറ്റെയിൽസ് പ്ലാൻ ഫോർ ദ റിനോവേഷൻ, അല്ലെങ്കിൽ അടുത്ത ഇയറിലേക്ക് വരുന്ന റിനോവേഷൻ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് എയർപോർട്ടിൻ്റെ റിനോവേഷനാണ് തന്നിരിക്കുന്നത്. ലുക്കിംഗ് ഫ്രം ആൻ ഓവറോൾ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റെഡിലി അപ്പാരൻറ്റ് ദാറ്റ് ദ നമ്പർ ഓഫ് ഗേറ്റ്സ് വിൽ ഗ്രേറ്റ്ലി എക്സ്പാൻഡ് ആൻഡ് ദെയർ വിൽ ബി എ വെറൈറ്റി ഓഫ് കസ്റ്റമർ ഫേസിംഗ് ഫെസിലിറ്റീസ് ആഡഡ് ഇൻക്ലൂഡിംഗ് ഷോപ്സ്, എ കാർ ഹയർ ആൻഡ് ആൻ ATM. സോ ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കമ്പയർ ടു ദ പ്രസൻറ്റ് മാപ്പ് അഡീഷണൽ ആയിട്ട് എന്താണ് വന്നിരിക്കുന്നതാണ്? ഗേറ്റ്സ് വിൽ ബി ഗ്രേറ്റ്ലി എക്സ്പാൻഡഡ്. സോ വി ക്യാൻ സി നമുക്കതിൽ കുറച്ച് ഗേറ്റ്സ് അല്ലെങ്കിൽ എൻട്രൻസ് ഗേറ്റ്സ് ഉണ്ട്, നമ്മൾ അതിലേക്ക് കാണുന്നുണ്ട്. ആ ഗേറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രേറ്റ്ലി എക്സ്പാൻഡ്, അത് വളരെ നല്ല രീതിയിൽ എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ആൻഡ് ദെയർ വിൽ ബി എ വെറൈറ്റി ഓഫ് കസ്റ്റമർ ഫേസിംഗ് ഫെസിലിറ്റീസ്, കസ്റ്റമേഴ്സിന് ആവശ്യമായുള്ള കുറേയധികം ഫെസിലിറ്റീസും നമുക്ക് കാണാൻ സാധിക്കും. ആഡഡ് ഇൻക്ലൂഡിംഗ് ഷോപ്സ്, എ കാർ ഹെയർ ആൻഡ് ആൻ ATM. ലൈക്ക് എന്തൊക്കെയുള്ള ഫെസിലിറ്റീസാണ്? ഇൻക്ലൂഡഡ് ഷോപ്സ് അല്ലെങ്കിൽ ഇൻക്ലൂഡിംഗ് ഷോപ്സ്, അതിലേക്ക് എന്ത് ചെയ്യുന്നത്? പുതിയ ഷോപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാർ ഹെയർ ഫെസിലിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ കൂടാതെ ആൻഡ് ആൻ ATM, ഒരു ATM കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ പെർസ്പെക്റ്റീവ് എഴുതിയപ്പോൾ, ഓവറോളുള്ള മാറ്റം എഴുതിയപ്പോൾ എന്താണ് അഡീഷണൽ ഉണ്ടായത്? ഡ്രമാറ്റിക്കലായുള്ള ചേഞ്ചസ് ഉണ്ടായി എന്ന് പറയുന്നതിന് പറയാതെ ഡ്രമാറ്റിക്കായ ചേഞ്ചസ് ആണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് എന്തൊക്കെയാണ് നമ്മളൊന്ന് ചെറുതായിട്ട് സ്പെസിഫൈ കൂടെ ചെയ്തു. അത് വളരെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള വളരെ 1-2 വേർഡ്സ് മാത്രം, അല്ലെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് അഡീഷണൽ വന്നിരിക്കുന്നത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. ദാറ്റ് ഈസ് ഓൾസോ ബെനിഫിഷ്യൽ. ദെൻ ദ ലൊക്കേഷൻ ഓഫ് ദ ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ, നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിലേക്ക് പോകുന്നത്. ദ ലൊക്കേഷൻ ഓഫ് ദ ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ എൻട്രൻസസ് വിൽ റിമെയിൻ ദ സെയിം ബട്ട് ദെയർ ആർ പ്ലാൻസ് ടു ഇൻസ്റ്റാൾ അഡീഷണൽ ഡോർസ്. ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ എൻട്രൻസസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതേപടി നിലനിൽക്കുന്നുണ്ട്, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല, അതേപടി നിൽക്കും. ബട്ട് ദെർ ആർ പ്ലാൻസ് ടു ഇൻസ്റ്റാൾ അഡീഷണൽ ഡോർസ്. അവിടെ അഡീഷണൽ ആയിട്ടുള്ള ഡോർസ് ആഡ് ചെയ്യാനായിട്ട് അവർ പുതിയ പ്ലാനിൻ്റെ അകത്തുണ്ട്. അപ്പോൺ എൻറ്ററിങ് ദ എയർപോർട്ട് ദർ ഈസ് കറൻ്റ്ലി എ സിംഗിൾ ചെക്ക് ഇൻ ആൻഡ് കഫേ. സോ എയർപോർട്ടിനുള്ളിലേക്ക് ഇടുമ്പോൾ എന്താണ്? ദർ ഈസ് കറൻ്റ്ലി എ സിംഗിൾ, നിലവിൽ എന്താണുള്ളത്? ഒരു സിംഗിൾ ചെക്കിനും ഒരു കഫേയും മാത്രമാണുള്ളത്. ദ ഫ്യൂച്ചർ പ്ലാൻ പ്രൊജക്ട്സ് മൂവിങ് ദ checking from the left to right side of the departure space in order to make room for a backdrop area and
ദ റീപൊസിഷനിങ് ഓഫ് ദ കഫേ. അതായത് ഒരു ബാക്ക് ഡ്രോപ്പ് ഏരിയയും അതോടൊപ്പം തന്നെ കഫേ ഒന്ന് റീപൊസിഷൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ചെക്ക് ഇൻ പോയിന്റിനെ എങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ചെക്കിംഗ് ഫ്രം ദ ലെഫ്റ്റ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡിപ്പാർച്ചർ സ്പേസ്. ആ ഡിപ്പാർച്ചർ സ്പേസിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മാറ്റി പൊസിഷൻ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ടു മേക്ക് എ റൂം ഫോർ ദ ബാക്ക് ഡ്രോപ്പ്, ഒരു ബാക്ക് ഡ്രോപ്പ് ഏരിയ ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാനും ഒരു റീപൊസിഷനിങ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, കഫയെ റീപൊസിഷൻ ചെയ്യാൻ, കഫയെ ഒന്ന് മാറ്റാനും വേണ്ടിയിട്ടാണ് അവരവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, ചെക്കിംഗ് പോയിന്റിനെ മാറ്റുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന 3 കാര്യങ്ങൾ അവിടെ ഒരുമിച്ച് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിനും പറയാതെ കഫേ മാറി അല്ലെങ്കിൽ ബാക്ക് ഡ്രോപ്പ് ഏരിയ വന്നു, ചെക്കിംഗ് പൊസിഷൻ മാറി എന്ന് പറഞ്ഞ 3 കാര്യത്തെ ഒറ്റയടിക്ക് ഒരു സെൻറ്റൻസിലാക്കിയിട്ടുണ്ട്. ട്രൈ ടു റാക്ക് ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ the arrival section will affix a cafe, ATM, car hire and necessities expanding the size of the building. സോ ബിൽഡിങ്ങിനെ സൈസ് എക്സ്പാൻഡ് ചെയ്യുന്നതോടൊപ്പം എന്ത് സംഭവിക്കുന്നുണ്ട്, അതിനോടൊപ്പം വരുന്ന കാര്യങ്ങളാണ് എന്തിനു വേണ്ടിയിട്ടാണ് എക്സ്പാൻഡ് ആകുന്നത്. അറൈവൽ സെക്ഷൻ ഓഫ് അഫിക്സ് എ കഫേ, ഒരു കഫേ വരുന്നുണ്ട്, ATM വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു കാർ ഹെയറും കൂടി വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങളുടെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. ദെൻ സെക്യൂരിറ്റി, പാസ്പോർട്ട് കൺട്രോൾ ആൻഡ് കസ്റ്റംസ് വിൽ ബി അൺചേഞ്ച്ഡ്. പഴയ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ബിഫോർ ദ മോഡിഫിക്കേഷനിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, സെക്യൂരിറ്റിയും പാസ്പോർട്ട് കൺട്രോളും അതോടൊപ്പം തന്നെ കസ്റ്റംസും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ റിമെയിൻഡ് അൺചേഞ്ച്ഡ് ആണ്, മാറ്റങ്ങളുണ്ടാകുന്നില്ല. ഹൗർ എന്നാൽ ദ ഫ്യൂച്ചർ ഫ്ലോർ പ്ലാൻ ഷോപ്സ് ഇമ്മീഡിയറ്റ്ലി അപ്പോൺ എക്സിസ്റ്റിംഗ് ദ സെക്യൂരിറ്റി സെക്ഷൻ ഫോർ ഡിപ്പാച്ചേഴ്സ്. ഷോപ്സ് ഇമ്മീഡിയറ്റ്ലി അപ്പോൺ, ഇത് പുതിയ ഫ്യൂച്ചർ പ്ലാനിലേക്ക് വരുന്നുണ്ട്. ഷോപ്സ് എന്തിലേക്ക് വരുന്നത്, ഇമ്മീഡിയറ്റ്ലി അപ്പോൺ ദ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി സെക്ഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ എന്താണ് വരുന്നത്, പുതിയ പ്ലാൻ പ്രകാരം സെക്യൂരിറ്റി സെക്ഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ ഷോപ്സിൻ്റെ ഏരിയയിലേക്ക് എത്തുകയാണ്. Then the largest proposed alterations are replacing the walkway with a long SkyTrain track and constructing new branching corridors that will enable flyers to reach more than twice as many gates, 8 at the moment and 18 after the renovations. So കാണാൻ സാധിക്കും വലിയൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാർജസ്റ്റ് പ്രപ്പോസ്ഡ് ആൾട്രേഷൻ ആണ് വാക്ക് വേ വിത്ത് എ ലോങ് സ്കൈ ട്രെയിൻ ട്രാക്ക്. ഒരു സ്കൈ ട്രെയിൻ ട്രാക്ക് എന്ന് പറയുന്നത് എന്തിനോടൊപ്പം ഉണ്ട്, ഒരു വാക്ക് വേയോടൊപ്പം തന്നെ ഒരു സ്കൈ ട്രെയിൻ ട്രാക്ക് കൂടി അവരവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് കൺസ്ട്രക്ടിങ് 2 branching corridors. 2 branching corridors മീൻസ് 2 കണക്ട് ചെയ്യുന്ന 2 കോറിഡോർസ് കൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് വിൽ എനേബിൾ ഫ്ലയേഴ്സ് ടു റീച്ച് മോർ ദാൻ ട്വൈസ് ആസ് മെനി ഗേറ്റ്സ്. അവർക്ക് എന്തിലേക്ക് എത്താൻ സാധിക്കും, പല ഗേറ്റുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നടക്കാതെ പല ഗേറ്റുകളെ ഇൻ്റർകണക്ട് ചെയ്ത് അവിടെ എത്താൻ സാധിക്കും. 8 at the moment and 18 after renovation. അല്ലെ റിനോവേഷന് ശേഷം 8 എന്നുള്ള ഗേറ്റ്സ് എന്തിലേക്ക് മാറും, 18 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തും. അതിലേക്ക് എത്താനായിട്ടും അല്ലെങ്കിൽ അവരുടെ യാത്ര അല്ലെങ്കിൽ അവരുടെ ഒരു കുറച്ച് ലെസ് ഫീസിബിളായിട്ട് അവർക്ക് അവിടേക്ക് എത്താനായിട്ടുള്ളൊരു മാർഗ്ഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്. സോ സ്കൈ ട്രെയിൻ എലോങ് വിത്ത് വാക്ക് അല്ലെങ്കിൽ സ്കൈ വാക്ക് അവരുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രസൻ്റ്ലി എന്തായിരുന്നു അല്ലെങ്കിൽ പ്രസൻ്റ്ലി ഉണ്ടാകുന്ന എന്താണോ അതിനെ പ്രൊപ്പോസ്ഡ് പ്ലാനുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. മാറ്റങ്ങളില്ലാത്തതിനെ അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എങ്ങനെയാണത് ചേഞ്ച് ആയിരിക്കുന്നത്, ആ പൊസിഷൻ എങ്ങനെയാണ് ചേഞ്ച് ആയിരിക്കുന്നത് കൂടെ ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. സോ ലെറ്റ് us move to the next sample question. So the plans below show how the ground floor of a particular building has changed over time. ഇതൊരു ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 ടൈം പീരീഡാണ് തന്നിരിക്കുന്നത്. 1958, 1984, പിന്നെ 85 to 2000, പിന്നെ 2000 to 1 to present. സോ ഇങ്ങനെ 3 മാറ്റങ്ങൾ അല്ലെങ്കിൽ 3 ഏരിയ എൻട്രൻസ് ഉണ്ട് ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ഫ്ലോർ, ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിന് ഗ്രൗണ്ട് ഫ്ലോർ ആണ് തന്നിരിക്കുന്നത്. സോ 3 കാലഘട്ടങ്ങളിൽ എത്രത്തോളം മാറ്റങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നൊരു കാര്യമാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. സോ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് പോകാം. സോ പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ് മാപ്പ് അഗൈൻ. മാപ്പിലേക്ക് ഒന്നുകൂടെ നോക്കുക. നമുക്ക് അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻസറിലേക്ക് പോകാം. So this is the answer. The floor plan shows how building has changed from 1958 to the present day. എങ്ങനെയാണ് ആ ബിൽഡിംഗ് 1958 മുതൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ഡേയിലേക്ക് എങ്ങനെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോർ പ്ലാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ ലുക്കിംഗ് ഫ്രം ആൻ ഓവറോൾ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഓവറോൾ അറ്റ് എ ഗ്ലാൻസിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റെഡ്ലി അപ്പാരന്റ് ദാറ്റ് ദ ബിൽഡിംഗ് ഹാസ് സെർവ്ഡ് ബോത്ത് കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ പർപ്പസസ് വിത്ത് ദ ഓൺലി ഏരിയ റിമൈനിങ് അൺചേഞ്ച്ഡ് ബീയിങ് ദ കിച്ചൺ. സോ വി ക്യാൻ സീ ത്രൂ ഔട്ട് ദി ഇയേഴ്സ്, എല്ലാ ഇയേഴ്സും എന്ത് സംഭവിച്ചിട്ടുണ്ട്, ബിൽഡിങ്ങിൽ കൊമേഴ്ഷ്യൽ ആസ് വെൽ ആസ് റെസിഡൻഷ്യൽ പർപ്പസ്, ഈ 2 പർപ്പസിനും ബിൽഡിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ യൂസിനും റെസിഡൻഷ്യൽ പർപ്പസിനും യൂസ് ചെയ്തിട്ടുണ്ട്. വിത്ത് ഓൺലി ഏരിയ റിമൈനിങ് അൺചേഞ്ച്ഡ് ബീയിങ് ദ കിച്ചൺ. മാറ്റങ്ങളൊന്നുമില്ല എന്നുള്ളത് എന്ത് മാത്രമാണ്, കിച്ചൺ മാത്രമാണ്. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ദ ഫ്ലവർ ഷോപ്പ് ഹാസ് എ മോർ ഓപ്പൺ ലേഔട്ട് റിലേറ്റീവ് ടു വെൻ ഇറ്റ് വാസ് an apartment and office. So at present ഇപ്പോൾ the flower shop has a more open layout.
സോ മോർ ഓപ്പൺ ലേ ഔട്ട് മീൻസ് പഴയതുപോലെ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ചേഞ്ച് ചെയ്യുന്ന ലേ ഔട്ട് റിലേറ്റീവ് വെൻ ഇറ്റ് വാസ് ആൻ അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓഫീസ്, അല്ലെങ്കിൽ അപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഓഫീസുമായിട്ടിരുന്ന സമയത്തും നിലനിന്ന പോലെ തന്നെ ആ ഒരു ഏരിയ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഫ്ലവർ ഷോപ്പ് എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്നുണ്ട്. Then in 1958 the building was used as an office with a meeting room in the top left corner of the floor plan. ഫ്ലോർ പ്ലാനിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ഒരു റൂം എന്തായിരുന്നു 1950 എന്തായിരുന്നു? ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഓഫീസായിരുന്നു. അവിടെ എന്തുണ്ടായിരുന്നു? ടോപ്പ് ലെഫ്റ്റ് കോർണറിലൊരു മീറ്റിംഗ് റൂം ഉണ്ടായിരുന്നു. An assistant's and secretary's office below there and the toilet in the bottom left corner. അതിൽ താഴെയായിട്ട് എന്തായിരുന്നു? അസിസ്റ്റൻസിൻ്റെയും ഒരു സെക്രട്ടറിയുടെ ഓഫീസ് ഉണ്ടായിരുന്നു. ആൻഡ് ബിലോ ദെയർ ആൻഡ് എ ടോയ്ലറ്റ് ഓൺ ദ ബോട്ടം ലെഫ്റ്റ് കോർണർ. താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്തുണ്ട്? ഒരു കോർണറിലായിട്ടൊരു ടോയ്ലറ്റ് കൂടി ഉണ്ടായിരുന്നു. ഇൻ 1985 the meeting room was extended and turned into the living room and a large bathroom and a shower took the place of the offices and toilet. 1985 വന്നപ്പോൾ എന്ത് സംഭവിച്ചത്? മീറ്റിംഗ് റൂം വാസ് എക്സ്റ്റെൻഡഡ് ആൻഡ് ടേൺ ഇൻ ടു ദ ലിവിംഗ് റൂം. മീറ്റിംഗ് റൂം എന്തായിരുന്നു? വലുത്, കുറച്ചുകൂടെ വലിയ ഒരു എന്താ പറയുന്നത്, ഒരു ലിവിംഗ് റൂമായിട്ട് മാറുകയുണ്ടായി. ആൻഡ് എ ലാർജ് ബാത്റൂം ആൻഡ് ഷവർ ടുക്ക് ദ പ്ലേസ് ഓഫ് ദ ഓഫീസ് ആൻഡ് ടോയ്ലറ്റ്. ഓഫീസിൻ്റെയും പഴയ സെക്രട്ടറീസിൻ്റെ ഓഫീസിൻ്റെയും ടോയ്ലറ്റിൻ്റെ സ്ഥാനത്ത് പകരം സംബന്ധിച്ച് ഒരു ലാർജ് ബാത്റൂം ഒരു ഷവർ ഏരിയയും കൂടി വരികയുണ്ടായി. എങ്ങനെ? 1985 വന്നപ്പോൾ. ദ ഫ്ലോറിസ്റ്റ് ഷോപ്പ് contained the gift card room in the top left, above a large open space and flowers and the play area in the bottom left corner. The florist shop അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഷോപ്പ് എന്ന് സംഭവിച്ചു. contained a gift card room. അത് പുതിയതായിട്ട് എന്ത് സംഭവിച്ചു? ഒരു ഗിഫ്റ്റ് കാർഡ് റൂം ഉണ്ടായി. ആൻഡ് ഇൻ ദ ടോപ്പ് ലെഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിന് മേളിലായിട്ടൊരു റൂം ഉണ്ടായി. അബോവ് ദ ലാർജ് ഓപ്പൺ സ്പേസ് ഫോർ ഫ്ലവേഴ്സ്. എന്തിന് മുകളിലായിട്ടാണ്? ലാർജ് ഓപ്പൺ സ്പേസ് ഫോർ ഫ്ലവേഴ്സ് ആൻഡ് പ്ലേ ഏരിയ ഇൻ ദ ബോട്ടം ലെഫ്റ്റ് കോർണർ. ബോട്ടം ലെഫ്റ്റ് കോർണറിലുള്ള ഒരു വലിയൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്, ഫ്ലവേഴ്സിനും ഒരു പ്ലേ ഏരിയയും ഉണ്ട്. അതിന് മേളിലായിട്ടാണ് എന്ത് സംഭവിച്ചത്? ഫോറസ്റ്റിന് ഒരു ഗിഫ്റ്റ് കാർഡ് റൂം ലെഫ്റ്റ് സൈഡിലായിട്ട് കൺവേർട്ട് ചെയ്തത്. ദെൻ ഓൺ ദ റൈറ്റ് സൈഡ്സ്, വെൻ യു ആർ മൂവിങ് ടു ദ റൈറ്റ് സൈഡ്, the kitchen in the top corner was unaltered across the all iterations of the ground floor. അതായത് എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ ഉണ്ടായെങ്കിൽ പോലും എന്ത് സംഭവിച്ചിട്ടില്ല? കിച്ചൺ എന്ന് പറയുന്നത് അവിടെ ചേഞ്ച് ഇല്ലാതെ തന്നെ അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ നിലനിന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ. ഇൻ കമ്പാരിസൺ ദർ വാസ് എ മാനേജേഴ്സ് ഓഫീസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ദ റിസപ്ഷൻ ഏരിയ ഇൻ ദ ബോട്ടം കോർണർ. സോ ദർ വാസ്, കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, മാനേജേഴ്സ് ഓഫീസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നീങ്ങുമ്പോൾ എന്തുണ്ട്? ഒരു മാനേജേഴ്സിൻ്റെ ഓഫീസ് ഉണ്ട്. ആൻഡ് റിസപ്ഷൻ ഏരിയ ഇൻ ദ ബോട്ടം കോർണർ. താഴെ കോർണറിലായിട്ട് എന്തുണ്ട്? ഒരു റിസപ്ഷൻ റൂം കൂടിയുണ്ട്. ദീസ് സ്പേസസ് വെയർ അലോക്കേറ്റഡ് ഫോർ ബെഡ്റൂംസ് ഇൻ ദ അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ആർ നൗ ആൻഡ് ഓഫീസ് ആൻഡ് അഡീഷണൽ സ്പേസ് ഫോർ ഫ്ലവേഴ്സ്. ദീസ് സ്പേസസ് വെയർ അലോക്കേറ്റ്, എന്തിനു വേണ്ടിയിട്ട് മാറ്റി? അലോക്കേറ്റഡ് ഫോർ ബെഡ്റൂം ഇൻ ദ അപ്പാർട്ട്മെൻറ്റ്. സോ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ബെഡ്റൂമായിട്ട് അത് മാറുകയുണ്ടായി. പിന്നീട് എന്ത് സംഭവിച്ചു? ആൻഡ് ആർ നൗ, ഇപ്പോൾ അതെന്തായി മാറി? ഓഫീസ് ആൻഡ് അഡീഷണൽ സ്പേസ് ഫോർ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിനും അല്ലെങ്കിൽ ഓഫീസിനുള്ള ഒരു അഡീഷണൽ സ്പേസ് ആയിട്ട് മാറുകയുണ്ടായി. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. സോ നിങ്ങൾ റൈറ്റിംഗ് ടാസ്ക് 1 മാപ്സ് ഇല്ലസ്ട്രേറ്റ് ചെയ്യുമ്പോൾ, മാപ്സ് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ഈ ഒരു കിയർ ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു പൊസിഷൻ എന്താണ്, കൃത്യമായിട്ടുള്ള പൊസിഷൻ തന്നിരിക്കുന്ന വെക്കാബ്സ് ഉപയോഗിക്കുക. മാറ്റങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയുള്ള ചേഞ്ചസ് ആണ് ഉണ്ടായിരിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഫ്ലോർ പ്ലാൻ ഉണ്ടെങ്കിൽ എത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിന് പകരമുള്ള വെക്കാബ്സ് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കോർ. Okay, so I hope this session was beneficial for you guys. On the upcoming sessions we can deal with much more writing task 1 sessions like കുറച്ചധികം മാപ്പുകൾ അല്ലെങ്കിൽ വെക്കാബ്സ്, സോ ബ്രാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സ്, ഇതൊക്കെ അപ്കമിങ് സെഷൻസിൽ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഐ ഹോപ്പ് ടുഡേയ്സ് സെഷൻ വാസ് വെരി ബെനിഫിഷ്യൽ ഫോർ യു ഗൈസ് ആൻഡ് എല്ലാവരും അല്ലെങ്കിൽ those people who are attended this, I'm thanking all of you who have attended this live session. Please stay tuned on Tiju's Academy's live session for more details regarding the writing task 1 and thank you all for joining with me. So today's live session is going to over. Thank you again.